ദുര്യോധനപുത്രൻ ലക്ഷ്മണൻ, ശല്യരുടെ മകൻ രുക്മാധരൻ, പിന്നെ ദീർഘലോചനൻ, കുന്തവേദി, സുഷേണൻ, വാസതിയൻ, ക്രതൻ തുടങ്ങിയ വീരന്മാരും, ശല്യരുടെ ഇളയ സഹോദരൻ, അംശകന്റെ പുത്രൻ എന്നിവരും, വെറും 16 വയസ്സ് മാത്രം പ്രായമുള്ള അഭിമന്യുവിനാൽ കാലപുരിക്കേക്കപ്പെട്ടു. ആർക്കും ഭേദിക്കാനാവാത്ത നിലയിൽ ദ്രോണർ തീർത്ത വ്യൂഹം ഭേദിച്ചു കടന്നു. അഭിമന്യു പരാക്രമത്തിൽ അർജുനനെയും നിഷ്പ്രഭമാക്കി. ഭയചകിതരായ കൗരവമുഖ്യർ ചതിയിലൂടെ അഭിമന്യുവിന് കെണിയൊരുക്കുവാൻ തീരുമാനിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തു. കർണൻ, ദ്രോണർ മുതലായവരുടെ സഹായത്തോടെ കൗരവ സഹോദരി ദുശ്ശളയുടെ ഭർത്താവ് ജയദ്രഥൻ അഭിമന്യുവിന്റെ ശിരസ് തകർത്ത് നിഗ്രഹിച്ചു. പാണ്ഡവപക്ഷത്തിനേറ്റ ആ ദുരന്തത്തിൽ അർജുനൻ ദുഃഖിതനും ക്ഷുഭിതനുമായി. അടുത്ത ദിവസം സൂര്യാസ്തമയത്തിനു മുൻപായി ജയദ്രഥനെ താൻ വധിക്കുമെന്നും അതിന് സാധിച്ചില്ലെങ്കിൽ അഗ്നിയിൽ സ്വയം ആഹുതി ചെയ്തു മരിക്കുമെന്നും ഉഗ്രശപഥം ചെയ്തു. 14-ാം നാൾ ബീഭത്സമായിരുന്നു അന്നത്തെ യുദ്ധം. അന്നാണ് ആദ്യമായി രാത്രിയിലും യുദ്ധം നടന്നത്. ബാൽഹികന്റെ പുത്രൻ സോമദത്തൻ, പൗത്രൻ ഭൂരിശ്രവസ്, പ്രപൗത്രന്മാർ എന്നിവരെല്ലാം സാത്വികിയുടെ അസ്ത്രങ്ങൾക്ക് ഇരയായിത്തീർന്നു. യുദ്ധത്തിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കൂടിയ യോദ്ധാവും ഭീഷ്മരുടെ ഇളയച്ചനുമായ ബാൽഹികനെ ഭീമസേനൻ വധിച്ചു. വനവാസകാലത്ത് ഭീമൻ ഹിഡുംബി എന്ന രാക്ഷസ സ്ത്രീയിൽ ജനിച്ച് ഘടോൽകച്ചൻ യുദ്ധത്തിൽ കൊടുംകാറ്റ് പോലെ പോയ വഴിയെല്ലാം തകർത്ത് തരിപ്പണമാക്കി. മുഴുവൻ നേതൃനിരയും അഭിമന്യുവിന്റെ ഹന്താവായ ജയദ്രഥനെ അർജുനനിൽ നിന്ന് രക്ഷിക്കുവാനായി വ്യൂഹം ചമച്ച് പൊരുതി. കൗരവപ്പടയിൽ കനത്ത നാശനഷ്ടം ഉണ്ടാക്കിയെങ്കിലും ജയദ്രഥൻ സമീപമെത്താൻ അർജുനനായില്ല. സൂര്യനസ്തമിക്കുവാൻ നാഴികകൾ മാത്രം ബാക്കി നിൽക്കെ പാർത്ഥസാരഥിയായ കൃഷ്ണൻ തന്റെ മായാപ്രഭാവത്താൽ സൂര്യബിംബത്തെ മറച്ചു. സൂര്യനസ്തമിച്ചു എന്ന് കരുതിയ കൗരവർ ജയദ്രഥനെ മുൻനിരയിൽ കൊണ്ടുവന്നു. ഈ സമയം കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ജയദ്രഥന്റെ ശിരസ് അർജുനൻ ഒരു ബാണം കൊണ്ട് ഛേദിച്ചു. ജയദ്രഥന്റെ ശിരസ് ശരമുനകളിൽ കൊളുത്തിക്കൊണ്ട് സീമന്തപഞ്ചകത്തിന്റെ മറുകരയിൽ സന്ധ്യാവന്ദനം നടത്തുകയായിരുന്നു. ജയദ്രഥപിതാവ് വൃദ്ധക്ഷത്രന്റെ മടിയിൽ നിക്ഷേപിച്ചു. മകന്റെ ശിരസ് ആർ ഭൂമിയിൽ വീഴ്ത്തുന്നുവോ അയാളുടെ തല പൊട്ടിച്ചിത്തറിപ്പോകണമെന്നുള്ള വരം പരമശിവനിൽ നിന്ന് സമ്പാദിച്ച വൃദ്ധക്ഷത്രൻ തന്നെ എന്താണ് തന്റെ മടിയിൽ വന്നു വീണതെന്നറിയാതെ വെപ്രാളത്തിൽ പുത്രശിരസ് ഭൂമിയിലേക്കിടുകയും സ്വയം ശിരസ് ഛിന്നഭിന്നമായി മൃതനാവുകയും ചെയ്തു. കൃഷ്ണൻ മായാവലയം നീക്കുകയും സൂര്യബിംബം പശ്ചിമാംബരത്തിൽ തെളിയുകയും ചെയ്തു. വളരെയധികം നാശനഷ്ടങ്ങളുണ്ടായ ഒരു ദിനമായിരുന്നു അന്ന്. ഹിരൺവതിയുടെ തീരത്ത് ഒരുക്കിയിരുന്ന ശ്മശാനഭൂമി ശവങ്ങൾ കൊണ്ട് നിറഞ്ഞുകവിഞ്ഞു. ചെന്നായ്ക്കളും കുറുനരികളും ചുടുചോര നുണഞ്ഞു നടന്നു. കഴുകന്മാർ ശ്മശാനഭൂമിയാകെ വട്ടമിട്ട് പറന്നു. കൂടാരങ്ങൾ അമ്മമാരുടെയും ഭാര്യമാരുടെയും സഹോദരിമാരുടെയും മക്കളുടെയും നിറുത്താത്ത നിലവിളി കൊണ്ട് മുഖരിതമായി. അതിഭീകര യുദ്ധം നടന്നു. 14-ാം ദിവസം അങ്ങനെ അവസാനിച്ചു. പാണ്ഡവരും കൗരവരും ഒരുപാട് നഷ്ടങ്ങൾ ഏറ്റുവാങ്ങിയ ദിവസമായിരുന്നു അന്ന്. യുവാക്കളായ മക്കളും മരുമക്കളും സഹോദരങ്ങളും ബന്ധുക്കളും അങ്ങനെ ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടമായത് അന്നായിരുന്നു. അതിസങ്കടം വരുത്തിയ ദൃശ്യങ്ങളായിരുന്നു അവരുടെ പാളയങ്ങളിൽ കാണാൻ സാധിച്ചത്. ഇരുകൂട്ടരുടെയും ഇടയിൽ സ്ത്രീകൾ അലമുറയിട്ട് കരയുന്നത് കാണാമായിരുന്നു, കരളലിയിക്കുന്ന കാഴ്ചകളോടെ. അങ്ങനെ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ 14-ാം ദിവസം അവസാനിച്ചു.